ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേരാസ് വർക്കിലേക്ക് സ്വാഗതം. ഇച്ചിരി വെയിലൊക്കെയായി. അപ്പോൾ എൻ്റെ കുഞ്ഞി തോട്ടം ഞാനിത് എത്രയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ കാന്താരി. ആകെ 2 ചെടിയുള്ളൂ. പക്ഷെ ഇങ്ങനെ തൂങ്ങി തറയിൽ തൂങ്ങിക്കിടക്കണം. ഇതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി. ഒറ്റ ചെടിയാണ് കേട്ടോ, ഒറ്റ ചെടി. പക്ഷെ നല്ലപോലെ തറയിലാണ് കിടക്കുന്നത്. നിറയെ നമ്മൾ ഓരോ തവണ പറിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടുന്ന മുളക് കിട്ടുന്നതാണ്. ഉടുമയെ കഴിഞ്ഞു. അപ്പം അതും പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എൻ വീട്ടുത്തോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാ. കാന്താരി കുഞ്ഞ് ഞാനിന്ന് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് കാന്താരി വെച്ചത് പൂ കിട്ടു. പിന്നെ തക്കാളിയാണ്. ഇതിലും എല്ലാം തക്കാളി വന്നു. പക്ഷെ ചെടി കുഞ്ഞ് ഗ്രോ ബാഗിലാണ്. ചെടി അങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പം അതിനെ കൊന്ന് വൃത്തിക്ക് കെട്ടി, എവിടേക്ക് കെട്ടി തൂക്കി വെക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനൊന്ന് നിർത്തി വെക്കാൻ പാകത്തിന് ഒരു ഐഡിയയും കാണുന്നില്ല. എന്നാലും എൻ്റെതായ ഐഡിയയിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പോകണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും, നല്ല വെയിലുണ്ട്, വെയിലത്താണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം കേട്ടോ, മറക്കാതെ. കയറിട്ടിട്ടാണ് ഞാൻ കെട്ടി വയ്ക്കാൻ പോകുന്നത്. എല്ലാം എൻ്റെ കുഞ്ഞി വ്ളോഗാണ്. അപ്പം അതുകൊണ്ട് ആരും കണ്ടിട്ട് മാറിയൊന്നും പോകല്ലേ. വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഈ മുളക് ചെടി കണ്ടോ, ഇത് പക്ഷേ അതോ അതിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത്രയും താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതോ. ഇപ്പോഴും നിറയെ കാന്താരിയൊക്കെ ഉണ്ട്. ഇതിനങ്ങോട്ടൊന്ന് വലിച്ച് കെട്ടി വെക്കണം. അതാണ് ഞാൻ നേരത്തേക്ക് ഇതുണ്ടോ, ഇതൊരു കമ്പിയാണ്. ഇതിലിങ്ങനെ നിർത്തി വയ്ക്കുന്നത്. ഇപ്പൊ കറക്റ്റായിട്ട് നിന്നില്ലേ? നേരത്തേക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു കാറ്റടിച്ചാൽ അതങ്ങ് പൊത്തോന്ന് വീഴും. അപ്പോൾ വീഴാതിരിക്കാനുള്ളൊരു മാർഗമാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അത് വർക്കൗട്ടായാൽ സക്സസ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു കെട്ട് കൊടുത്തു. ഇനി അടുത്തത് ഈ ചെടിയുടെ ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ട് നേരെ ഈ മതിലിൻ്റെ ഇവിടേക്ക് ഒരു സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ കണ്ടോ, ഈ കമ്പി വെട്ടി താഴെ വീണു. കമ്പി കൂടെ കൊടുത്ത് സ്റ്റേ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞ് വെള്ളമുളകൊന്ന് വട്ടത്തിൽ കെട്ടി വയ്ക്കും. മതിയോ? ഇതൊരു തക്കാളി ചെടിയുണ്ട്. ഇതിങ്ങനെ വേണ്ടോ, 4 കായുണ്ട്. പക്ഷെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇത് പിടിച്ച് അതിലേക്ക് കെട്ടി വെക്കിട്ട് ഒരു ചീമക്കൊന്നുള്ളതിലേക്ക് കെട്ടി വെക്കും. ഇവിടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ല എന്തെങ്കിലും തണുപ്പിന് കിടക്കുന്നു. ഭയങ്കര വെയില്. എന്തെങ്കിലും കിടക്കുന്നുണ്ട്. നല്ല തക്കാളി വേണം. അതായത് ഇങ്ങനെ ചീമക്കൊന്ന
ചീമക്കൊന്നയിൽ കെട്ടി വെക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ ചെടി വെക്കുന്നവരൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ ഉള്ളതിൽ ഞാൻ ചെയ്തു. ആ ചീമക്കൊന്ന് വീഴാതിരുന്നാൽ ഭാഗ്യം. തൽക്കാലം എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒക്കെ വെയില്. തലയ്ക്ക് മേലെ വെയില്, നല്ല കാറ്റ്, അത് മാത്രമാണ് ഒരു സമാധാനം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ. നമുക്ക് അങ്ങനെ ചെടി വെക്കാനൊന്നും സ്ഥലമില്ല. ഞാൻ ഈ ചുറ്റുപാടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആകെ 2 മുളക് ചെടി. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി കിട്ടി കിട്ടും. അതാണ് വലിയ കാര്യം. അപ്പം അതൊക്കെ കെട്ടി വെച്ചു. ഈ 2 തക്കാളി ചെടിയും കെട്ടി വെച്ചു. ഇവിടെ കുഞ്ഞ് ഇത്തിരി കിടക്കുന്നതിലൊക്കെ ഒന്ന് വൃത്തിയാക്കി. അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, അന്നത്തെ ചെടി വെച്ചത് ഇതിൽ പൂവിട്ടു. ഇതാണ് എൻ വീട്ടുതോട്ടം. ഇതാണ് ഞാൻ കെട്ടിവെച്ച തക്കാളി ചെടി. ഇതൊക്കെയാണ് തക്കാളി ചെടി. എല്ലാം അങ്ങും ഇങ്ങനെ ഇരിക്കുന്നത് ചെടികൾ. ഇതൊക്കെ കാന്താരി അന്നത്തെ എൻ്റെ ഗ്രോ ബാഗിൽ വെച്ചത്. ഈ മുരിങ്ങച്ചെടി ഇത്രയും വന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് കായ്ക്കുന്ന മുരിങ്ങച്ചെടിയാണ്. ഇതിൽ അന്ന് ഞാൻ ചെടി മാറ്റി വെച്ചപ്പോൾ അത് പോയി. അതിനുശേഷം ഞാൻ 2 കുരു, മുരിങ്ങക്കായ കുരു കുത്തിയിട്ടതാണ്. അത് വന്നു. അപ്പോൾ അവരുടെ തൊണ്ടുകളെല്ലാം ഇട്ട് കൊടുത്തിരിക്കുക. സൂപ്പറായിട്ട് പൊങ്ങി വന്നു. നന്നായിട്ടില്ലേ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ തോട്ടം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതണം. അതുപോലെ വീഡിയോ കണ്ടാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് അങ്ങനെ ചെടി വെച്ച് ശീലമൊന്നുമില്ല. നേരത്തെ മേലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമ്മയുണ്ടാവുമ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ ചെയ്തു. അത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം. ബൈ.